ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ പ്രിസംസ് അഥവാ സ്തംഭങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 208 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നമുക്ക് ആദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: ഇൻ എ സ്കൂൾ ബിൽഡിംഗ് there are 12 cylindrical pillars, each of base diameter 1/2 meter and height 4 meters. What is the curved surface area of a pillar? രണ്ടാമത്തെ ചോദ്യം: what is the total cost of painting all the pillars at 80 rupees per square meter? അപ്പോൾ ഞാനിവിടെ ഒരു പില്ലർ വരച്ചിട്ടുണ്ട്. സിലിണ്ടറിക്കൽ പില്ലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബേസ് ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത് 1/2 മീറ്റർ. അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയാണല്ലോ 1/2 മീറ്റർ. അപ്പോൾ റേഡിയസ് ഹാഫിൻ്റെ പകുതി 1/4 മീറ്റർ ആണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് 4 മീറ്റേഴ്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ടോട്ടൽ 12 പില്ലേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കേർവ്ഡ് സർഫസ് ഏരിയ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് പഠിച്ചു. കേർവ്ഡ് സർഫസ് ഏരിയ അഥവാ CSA ഈക്വൽ ടു 2πRH ആണ്. എന്താണ് 2πR? എന്താ? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. 2 ഇൻറ്റു 3.14 ഇൻറ്റു റേഡിയസ് 1/4 ഇൻറ്റു 4. ഈ 4ഉം 4ഉം ക്യാൻസലായി. ബാക്കി 2 ഇൻറ്റു 3.14 ഈക്വൽ ടു 6.28 6.28 ചതുരശ്ര മീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ പാർട്ട് ചെയ്യാം. അതായത് ഇവിടെ ഒരു പില്ലർ, ഒരു തൂണിന്റെ ആണ് ഈ വക്രപരപ്പാണ് 6.28. നമുക്കറിയാം തൂണെന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ താഴെയും റൂഫേലും ഫ്ലോറിലും മുട്ടിയായിരിക്കുന്നത്. പിന്നെ പെയിന്റ് അടിക്കുന്നത് ഈ കേർവ്ഡ് സർഫസിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വക്രതല പരപ്പ് നമ്മൾ കാണുന്നത്. അപ്പൊ ടോട്ടൽ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് 12 പില്ലേഴ്സ് എത്ര വരും? 12 പില്ലേഴ്സിന്റെയും കൂടെ 12 തൂണുകളുടെയും കൂടെ ആകെ വക്രതല പരപ്പ് എത്ര വരും? 12 ഇൻറ്റു 6.28 എന്ന് വരും. അപ്പൊ അത് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കിവിടെ 75.36 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടിയല്ലോ. അഥവാ മീറ്റർ സ്ക്വയർ അല്ലെ, ചതുരശ്ര മീറ്റർ എന്ന് കിട്ടിയല്ലോ. അതാണ് 12 പില്ലേഴ്സിന്റെയും കൂടെ ടോട്ടൽ കർവ്ഡ് സർഫസ് ഏരിയ. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 മീറ്റർ സ്ക്വയറിന് 80 രൂപയാണ് ചെലവെങ്കിൽ 1 മീറ്റർ സ്ക്വയറിന് അല്ലെ, 1 സ്ക്വയർ മീറ്ററിന് 80 രൂപ. അങ്ങനാണെങ്കിൽ ഇത്രയും സ്ക്വയർ മീറ്റർ ഉണ്ടല്ലോ, 75.36 സ്ക്വയർ മീറ്ററിന് എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 75.36 ഇൻറ്റു 80 ചെയ്താൽ മതിയല്ലോ. അത് നമുക്ക് ചെയ്ത് നോക്കാം. 75.36 ഇൻറ്റു 80. അപ്പോൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പം നമുക്ക് എത്ര രൂപ എന്ന് കിട്ടി? 6028.80 റുപ്പീസ് കിട്ടി. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു റുപ്പീസ് 6028.80 എന്ന് എഴുതാം. ആകെ ചിലവ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. The drum of a road roller has base diameter 80 centimeters and length 1.2 meters. What is the area of the road leveled when it rolls once? റോളർ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാനിവിടെ വരച്ച് കാണിക്കാം. ഇവിടെ റോളറിന്റെ നീളം 1.2 മീറ്ററും ഡയമീറ്റർ അഥവാ വ്യാസമാണ് 80 സെന്റിമീറ്ററിലാണ് കിടക്കുന്നത്. 1 മീറ്ററും 1 സെന്റിമീറ്ററുമാണ്. ഇതിന്റെ എന്തുമാത്രം ലെവൽ ചെയ്യും ഈ ഒരു പ്രാവശ്യം ഇത് റോൾ ചെയ്താൽ? അപ്പൊ ഇതൊരു റോളർ ആണെങ്കിൽ ഇത് ഒരു പ്രാവശ്യം റോള് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം ഇത് റോഡ് ലെവല് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഭാഗമാണല്ലോ റോൾ ചെയ്യുന്നത്, അതാണല്ലോ കേർവ്ഡ് സർഫസ്. അപ്പൊ കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിച്ചാൽ മതിയല്ലോ.
അതായത് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr ഇൻറ്റു h, 2 ഇൻറ്റു 3.14 ഇൻറ്റു 6. ഇത് ഡയമീറ്റർ ആണ് 80. അപ്പോൾ റേഡിയസ് 40 സെന്റിമീറ്റർ ഇൻറ്റു h 1.2 മീറ്റർ ആണ്. അതിന് സെന്റിമീറ്റർ ആക്കുമ്പോൾ അത് 120 സെന്റിമീറ്റർ ആണ്. കാരണം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിനെ 120 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം 2 ഇൻറ്റു 4 8, 8 ഇൻറ്റു 12 എന്ന് പറയുന്ന 96. ഇപ്പം 9600 വരും. ഇൻറ്റു 3.14 ചെയ്യണം. 314നെ 96 കൊണ്ട് നമുക്ക് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 30144 എന്ന് കിട്ടും. കാരണം ഇവിടെ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്. അത് ഈ 2 സീറോയുമായിട്ട് പൊക്കോളും. പിന്നെ നമുക്ക് 314നെ 96 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതെന്താ, ഇതിന്റെ യൂണിറ്റ് എങ്ങനെ വരും? സ്ക്വയർ സെന്റിമീറ്റർ എന്ന് വരും, അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്ററിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റോഡ് എന്തുമാത്രം ലെവല് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇത്രയും സ്ക്വയർ സെന്റിമീറ്റർ ലെവല് ചെയ്തു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഇതിനെ മീറ്ററിലേക്ക് മാറ്റണം. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 പ്രാവശ്യം മാറ്റണമല്ലോ. അതായത് 3.0144 സ്ക്വയർ മീറ്റർ അഥവാ ചതുരശ്ര മീറ്റർ റോഡ് ലെവല് ചെയ്തു എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നിരപ്പായ സ്ഥലത്തിന്റെ പരപ്പളവ്. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി. ഇനി മൂന്നാമത്തേലേക്ക് പോവാം. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ് പറയുന്നത്: ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ബേസ് ഏരിയ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ്? അതായത് ഒരു വൃത്തസ്തംഭത്തിന്റെ കർവ്ഡ് സർഫസ് ഏരിയ അഥവാ CSA വക്രതല പരപ്പും ബേസ് ഏരിയയും തുല്യമാൻ തന്നിട്ടുണ്ട്. വക്രതല പരപ്പ് സമം പാദപരപ്പ്. നമുക്കറിയാം വക്രതല പരപ്പെന്ന് പറഞ്ഞാൽ പാദ ചുറ്റളവ് ഇൻറ്റു ഉയരമാണ്. പാദപരപ്പ് എന്ന് പറഞ്ഞാൽ പാദം വൃത്തമായതുകൊണ്ട് ബേസ് ഏരിയ πr² ആണ്. ഈ πr²നെ π r ഇൻറ്റു r എന്ന് എഴുതാമല്ലോ. ഇപ്പൊ 2πrh ഈക്വൽ ടു πr ഇൻറ്റു r എന്ന് എഴുതാം. പൈ ക്യാൻസൽ ആയിപ്പോയി, r ഒരെണ്ണം ക്യാൻസൽ ആയിപ്പോയി. അല്ലെങ്കിൽ 2h ഈക്വൽ ടു r എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? റേഡിയസ് ഈസ് ട്വൈസ് ദ ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ. ഉയരത്തിന്റെ ഇരട്ടിയാണ് ആരം എന്ന് നമുക്ക് എഴുതാം. ഇനി നാലാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് മെറ്റൽ വിത്ത് സൈഡ്സ് 48 centimeters and 25 centimeters is rolled into a cylinder of height 25 centimeters and its ends are closed with exactly fitting circles. What is the total surface area of this cylinder? അതായത് ഇവിടെ ഒരു ചതുരത്തിലുള്ള ഒരു മെറ്റൽ ഷീറ്റ് ഉണ്ട്. അതിന്റെ നീളം 48 സെന്റിമീറ്ററും വീതി 25 സെന്റിമീറ്ററും ആണ്. അപ്പൊ നമുക്ക് ആദ്യം ആ ചതുരം ഒന്ന് വരച്ചു നോക്കാം. ഇവിടെ ഞാൻ ആ റെക്ടാങ്കുലർ ഷീറ്റ് വരച്ചിട്ടുണ്ട്. അതിന്റെ നീളം 48 സെന്റിമീറ്ററും വീതി 25 സെന്റിമീറ്ററുമാണ്. ഇനി അതിനെ ചുരുട്ടി റോളാക്കി ഒരു സിലിണ്ടർ ആക്കണം. ആ സിലിണ്ടർ ആക്കി കഴിയുമ്പം സിലിണ്ടറിന്റെ ഹൈറ്റ് 25 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പൊ ഈ ഹൈറ്റ് തന്നെ ആയിരിക്കണം ഈ സിലിണ്ടറിന്റെയും ഹൈറ്റ്. അപ്പൊ ഇങ്ങനെ റോൾ ചെയ്താലേ നമുക്ക് ആ ഒരു ഹൈറ്റിൽ തന്നെ നമുക്ക് സിലിണ്ടർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് കിട്ടിയത്? ഈ 48 എന്താണ്? ഈ സിലിണ്ടറിന്റെ ബേസ് പെരിമീറ്റർ ആണ് 48. പാദ ചുറ്റളവാണ് 48 ആയി മാറിയത്. പാദ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2πr ആണ് 48. അല്ലെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? 48/2π. അല്ലെങ്കിൽ 24/π എന്ന് എഴുതാമല്ലോ. 48ഉം 2ഉം ക്യാൻസൽ ആയിട്ട് 24 വരുമല്ലോ. 24/π ആണ് റേഡിയസ്. ഇനി ഈ സിലിണ്ടറിന് ഇപ്പൊ നമ്മൾ ഈ മെറ്റൽ ഷീറ്റിനെ വെച്ചിട്ടാണല്ലോ സിലിണ്ടർ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് ഹോളോ ആണല്ലോ.
ഇനി ഇതിന്റെ മുകളിലും താഴെയും കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന രണ്ട് സർക്കിളുകൾ, രണ്ട് വൃത്തങ്ങൾ പിടിപ്പിച്ച് ഇതിനെ അടച്ച് നമ്മൾ കറക്റ്റ് സിലിണ്ടർ ഷേപ്പിൽ അടച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വന്നു. അങ്ങനാണെങ്കിൽ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്, TSA ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് 2 ടൈംസ് ബേസ് ഏരിയ ആണ്. അപ്പൊ ആദ്യം നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ എത്ര ആണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് വക്രതല പരപ്പ. അതെന്ന് പറയുന്നത് 2πr/h ആണ്. പാദ ചുറ്റളവ് ഗുണം ഉയരം. ഈ 2πr 48 ആണല്ലോ. അപ്പൊ 48 ഇൻറ്റു ഉയരം 25 ആണ്. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ആദ്യം കണ്ടുപിടിക്കാം. 48 ഇൻറ്റു 25 1200 എന്ന് കിട്ടി. ഇനി നമുക്ക് 2 ടൈംസ് ബേസ് ഏരിയയും കൂടെ കാണണമല്ലോ. അപ്പൊ 2 ടൈംസ് ബേസ് ഏരിയ ഈക്വൽ ടു 2 ഇൻറ്റു പാദപരപ്പത്ത πr² ഈക്വൽ ടു 2 ഇൻറ്റു പൈ ഇൻറ്റു r എന്ന് പറയുന്നത് 24/π ആണ്. 24/π ഇൻറ്റു 24/π എന്ന് എഴുതാം. r² അല്ലേ വേണ്ട, ഒരു പൈ വെട്ടിപ്പോയി. ബാക്കി 2 ഇൻറ്റു 24 48 വരും. അപ്പോൾ 48 ഇൻറ്റു 24 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1152/3.14 എന്ന് വരും. അപ്പം ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഡെസിമൽ ഉണ്ട്. അപ്പം ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഡെസിമലിനെ മാറ്റാൻ വേണ്ടിയിട്ട് 2 0 ന്യൂമറേറ്ററിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 314 കൊണ്ട് ഹരിച്ചാൽ മതി. 115200 314 കൊണ്ട് ഹരിക്കുമ്പോൾ ഇനി 0 താഴോട്ട് ഇറക്കി എഴുതാം. 6 പ്രാവശ്യം വരും. ഇപ്പോൾ 366.87 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയയുടെ കൂടെ 2 ടൈംസ് ബേസ് ഏരിയ ആഡ് ചെയ്യണം. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പ് സമം കർവ്ഡ് സർഫസ് ഏരിയ അഥവാ വക്രതല പരപ്പ് 1200 കിട്ടി. അതിന്റെ കൂടെ 2 ടൈംസ് ബേസ് ഏരിയ ആയ 366.87 കിട്ടി. അത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1566.87 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടി. അല്ലെ ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടി.